ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംഭരണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ചേരമ സാംഭവ ഡെവലപ്മെന്റ് സൊസൈറ്റി നടത്തുന്ന സംസ്ഥാന വാഹന പ്രചരണ ജാഥയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ കെ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതിയിൽ നിന്നും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ദളിത് ക്രൈസ്തവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം ആവശ്യപ്പെട്ടാണ് ചേരമ സാംഭവ ഡെവലപ്മെന്റ് സൊസൈറ്റി സംസ്ഥാന വ്യാപകമായി പ്രചരണ ജാഥ നടത്തുന്നത്. ഏലപ്പാറയിൽ നിന്നും തിങ്കളാഴ്ച ആരംഭിച്ച ജാഥ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേഷാണ് നയിക്കുന്നത്. ഈ ജാഥയ്ക്കാണ് കട്ടപ്പനയിൽ സ്വീകരണം നൽകിയത്. ഏറ്റെടുത്ത് പറയുന്ന ധീരനായ നേതാവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ കെ സുരേഷ് സാർ, അദ്ദേഹം വേദിയിലേക്ക് കടന്നു വരിക. സ്വീകരണ യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ കെ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ആ വിഷയങ്ങൾ കൃത്യമായി നേടിയെടുത്തുകൊണ്ട് തന്നെ ദളിത് ക്രൈസ്തവരായ സഹോദരങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നീതി ലഭിക്കും. അതാണ് ഞങ്ങൾ അവർക്ക് കിട്ടേണ്ട സംവരണം അത് കൃത്യമായി ലഭിച്ചുകൊണ്ട് അവർക്ക് നൽകിക്കൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് അറിയിക്കുക. കേരളത്തിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ, ഇടതും വലതും ഗവൺമെന്റുകൾ കേരളത്തിൽ മാറി മാറി വന്നപ്പോൾ അവരെ ഈ ദളിത് ക്രൈസ്തവ വിഭാഗങ്ങളെ അവരുടെ അവകാശങ്ങളെ നിരാകരിക്കുകയാണ്. പല കോടുകളിൽ നിന്നും ഈ സഹോദരങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ട സംവരണത്തിന് വേണ്ടി പല കോടുകളിൽ നിന്നും വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ മറ്റുള്ള സംഘടനകൾ തയ്യാറായിട്ടുണ്ട്. ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ പര്യടനം നടത്തുന്ന ജാഥ 28-ന് സമാപിക്കും. ജനുവരി 29-ന് രാവിലെ 10 മണിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് ആയിരങ്ങൾ പങ്കെടുക്കുന്ന മാർച്ചും നടക്കും. കട്ടപ്പനയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ CSDS സംസ്ഥാന സമിതി അംഗം മോബിൻ ജോണി അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർമാരായ പ്രശാന്ത് രാജു, ബിനു കേശവൻ, CSDS ഇടുക്കി താലൂക്ക് പ്രസിഡന്റ് രാജൻ കുഞ്ഞൂഞ്ഞ, താലൂക്ക് കമ്മിറ്റി അംഗം കെ സാബു എന്നിവർ സംസാരിച്ചു.